സുപ്രീം കോടതിയിൽ നിന്ന് കേസ് പിൻവലിക്കാത്തത് കൊണ്ട് 13,000 കോടി കടമെടുക്കാൻ സംസ്ഥാനത്തിനുള്ള അവകാശം പോലും കേന്ദ്രം നിഷേധിച്ചിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കാം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? സാധാരണ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ 30,000 കോടി ചെലവഴിക്കുന്ന ഗവൺമെന്റ് ആണ്. ഇനിയിപ്പോ ഫെബ്രുവരി തീരാറാകുന്നു, ഫെബ്രുവരി പകുതിയാകുന്നു, മാർച്ച് മാസം അവസാനിച്ച് കിടക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ കാലഘട്ടത്തില് ഒരു 20,000 കോടി രൂപ എങ്കിലും ഉണ്ടെങ്കിലേ സംസ്ഥാന ഗവൺമെന്റിന് മുൻപോട്ട് പോകാൻ പറ്റൂ. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പലരും സംശയം ചോദിക്കുന്നത്. എനിക്കൊരു ഒറ്റ ഉത്തരമാണ് അതിന് പറയാനുള്ളത്. അതായത് ഈ 20,000 കോടി കണ്ടെത്താനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ കൈവശം തന്നെ ഉണ്ട്. അത് എവിടെയാണെന്നല്ലേ? അതായത് ഞാൻ ഇതിനു മുൻപ് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. നികുതി സമാഹരണം, നികുതിയേതര വരുമാന സമാഹരണം. ഈ നികുതി വരുമാന സമാഹരണം തന്നെ എല്ലാം GSTയിൽ ചേക്കേറി എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ധനമന്ത്രിക്ക് കഴിയില്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നികുതി സമാഹരണ മാർഗങ്ങൾ നമ്മുടെ എന്ന് വെച്ചാൽ കേരള സംസ്ഥാനത്തിന്റെ മാത്രമല്ല എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നികുതി സമാഹരണ മാർഗം എന്ന് പറഞ്ഞാൽ അത് മദ്യമാണ്. അതായത് നമ്മുടെ തനതു വരുമാനം എന്ന് വെച്ചാൽ സംസ്ഥാനത്ത് നിന്ന് തന്നെ പിരിഞ്ഞു കിട്ടുന്ന സമാഹരിക്കുന്ന വരുമാനം, അതാണ് തനതു വരുമാനം. ആ തനതു വരുമാനത്തിന്റെ 25 മുതൽ 30% വരെ, 35% വരെ എന്ന് പറയുന്നതാണ് ശരി, പോട്ടെ, 25% മുതൽ 30% വരെയും വരുന്നത് മദ്യത്തിന്റെ വിപണനത്തിൽ നിന്നാണ്. അത് സംസ്ഥാനത്തിന്റെ കയ്യിൽ തന്നെയാണ്. ഇനി രണ്ടാമത് പെട്രോളിയം, 20 മുതൽ 25% വരെ തനതു വരുമാനം ഉരുത്തിരിയുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ നിന്നാണ്. അതും സംസ്ഥാനങ്ങളുടെ കരങ്ങളിലാണ്. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മുടെ ഒരു പ്രശസ്ത, അതായത് ഈ GST ഇൻട്രൊഡക്ഷന്റെ ഒക്കെ പുറകിൽ പ്രവർത്തിച്ച പാർത്ഥസാരഥി ഷോം എന്ന അന്താരാഷ്ട്ര രംഗത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു ടാക്സ് എക്സ്പെർട്ട് ഉണ്ട് ഇന്ത്യയിൽ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം, അതായത് അദ്ദേഹത്തിന്റെ ടാക്സേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് 2017 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്. ടാക്സേഷൻ ആൻഡ് ഡെവലപ്മെന്റ് 2017 പ്രസിദ്ധീകരിച്ച പുസ്തകം. അതിന്റെ ഗ്രന്ഥകർത്താവാണ് പാർത്ഥസാരഥി ഷോം. അദ്ദേഹം അന്തർദേശീയ നികുതി വിദഗ്ധനാണ്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇഫ് പെട്രോളിയം ഈസ് ഔട്ട് ഇറ്റ് ഈസ് നോട്ട് GST. ഒരു ഹെഡിങ് ആണ് അദ്ദേഹത്തിന്റെ ഒരു ചാപ്റ്ററിന്റെ. ഇഫ് പെട്രോളിയം ഈസ് ഔട്ട് ഇറ്റ് ഈസ് നോട്ട് GST. അതായത് GSTയിൽ പെട്രോളിയം ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിനെ GST എന്ന് പറയാൻ പറ്റില്ലെന്ന്. എന്താണ് GST കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം തന്നെ GST കൊണ്ട് നികുതി വല വികസിതമാക്കുക, വിസ്തൃതമാക്കുക, അതായത് നികുതി വല വ്യാപ്തമാക്കുക, കൂടുതൽ വരുമാനം കിട്ടുന്ന ഐറ്റംസ് ഒക്കെ നികുതി വലയ്ക്ക് അകത്താക്കുക, അതായിരുന്നു. അപ്പോൾ ഇത് GSTയുടെ പുറത്താണ് ഈ പെട്രോളിയം പ്രോഡക്റ്റിനെ ഇപ്പോഴും ഇട്ടിരിക്കുന്നതെങ്കിൽ അതിനെ GST എന്ന് പറയരുതെന്നാണ് ആ ടാക്സ് എക്സ്പേർട്ട് പറയുന്നത്. അത്ര പ്രധാനമാണ് പെട്രോളിയത്തിൽ നിന്നുള്ള വരുമാനം. അത് എട്ടിച്ചു പോകാൻ സാധ്യത വളരെ കുറവുള്ള വരുമാന മാർഗമാണ്. അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ, ഒന്ന് മദ്യത്തിൽ നിന്ന് 25 മുതൽ 30 വരെ എന്ന് വെച്ചോളൂ, പെട്രോളിയം 20 മുതൽ 25, അപ്പൊ തന്നെ 45% വരുമാനം, നികുതി വരുമാനവും സംസ്ഥാനത്തിന്റെ കിറ്റിയിൽ തന്നെയാണ് ഇപ്പോഴും പിരിച്ചെടുക്കാനുള്ളത്. പിന്നെ ദാ കിടക്കുന്നു റവന്യൂ, ലാൻഡ് റവന്യൂ, പല രൂപത്തിലും ഭാവത്തിലും ഉരുത്തിരിഞ്ഞു വരുന്ന ലാൻഡ് റവന്യൂ. അതാണ് ആധാരം എഴുത്തുകാരെയൊക്കെ ഈ പ്രാവശ്യം വരുതിക്കകത്താക്കാൻ വേണ്ടി വളരെ നല്ല മാജിക്കുമായി നമ്മുടെ ധനമന്ത്രി വന്നിരിക്കുന്നത്. അപ്പൊ ലാൻഡ് റവന്യൂ, പിന്നെ നാലാമത്തെ ഐറ്റമാണ് ഇലക്ട്രിസിറ്റി നികുതി. ഈ 4 തരം നികുതികളും പിരിച്ചെടുക്കുന്നത് ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റാണ്. അപ്പൊ അങ്ങനെ ഈ 4 തരം നികുതികളും പിരിച്ചെടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രാഗൽഭ്യം കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഈ 20,000 കോടി ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതായത് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഇത് തന്നെ നിലനിൽക്കുകയാണല്ലോ. പുതിയ നികുതിയാണ് ഏപ്രിൽ 1 മുതൽ വരാനിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം തന്നെ ഈ എല്ലാ മേഖലകളിലും വേണ്ടത്ര പരിഷ്കരണങ്ങൾ, നികുതി വർധനവ് വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ 20,000 കോടി സംഘടിപ്പിക്കാൻ ഗവൺമെന്റിന്, അത് കാര്യക്ഷമമായ ഒരു ഗവൺമെന്റ് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ 2023-24 പീരീഡിൽ എങ്കിൽ തീർച്ചയായും അതിനുള്ള പണം ഉണ്ടാകും. പക്ഷെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് കഴിയുന്നില്ല, നമുക്ക് ആർക്കും കഴിയില്ല. കാരണം എന്താണ്,
ഇത്തവണത്തെ ബജറ്റ് ഡോക്യുമെന്റ് ആണ് എന്റെ കയ്യിലിരിക്കുന്നത്. അതായത് ബജറ്റ് ഇൻ ബ്രീഫ് 2024-25. ഈ അതിനകത്ത് ഒരു ടേബിൾ ഉണ്ട്. എന്താണെന്ന് അറിയാമോ ആ ടേബിള്? എന്റെ ശ്രോതാക്കളെല്ലാം ഇതും മനസ്സിലാക്കിയിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതായത് ടേബിൾ A39. എന്താണ് ആ ടേബിൾ പറയുന്നത്? ടാക്സ് റവന്യൂസ് റേസ്ഡ് ബട്ട് നോട്ട് റിയലൈസ്ഡ്. അതായത് നികുതി ചുമത്തി പക്ഷെ പിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അതാണ് അവിടെ പറയുന്നത്. നികുതി വരുമാനം മാത്രമാണ് ഇവിടെ ഈ ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നികുതിയേതര വരുമാനത്തിലെ കുടിശ്ശിക വേറെയാണ്. അപ്പൊ ഇതൊന്ന് നോക്കിയാൽ മതി നമുക്ക് എന്താണ് സാധ്യത സർക്കാരിന് മുൻപിലുള്ളത്. ഇതിപ്പോ ഈ ബജറ്റിൽ വന്നു കഴിഞ്ഞു. ഈ കഴിഞ്ഞ വർഷം, അതായത് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ധനവർഷം തീരുന്നതിന് മുൻപേ പിരിച്ചെടുക്കേണ്ടതായിരുന്നു. പിരിച്ചെടുക്കാൻ പറ്റിയില്ല. നികുതി ചുമത്തി, പക്ഷെ അത് പിരിച്ചെടുക്കാൻ പറ്റിയില്ല. നമുക്ക് നോക്കാം എന്തുമാത്രമുണ്ട്. ഒരു നിബന്ധന ആകെപ്പാടെ പിരിച്ചെടുക്കാത്ത കുടിശ്ശിക എന്ന് പറയുന്നത് 19,975.43 കോടിയാണ്. നമുക്ക് സംസ്ഥാനത്തിന് വേണ്ടത് 20,000 കോടിയാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ. അപ്പൊ ഇവിടെ കുടിശ്ശികയായിട്ട് പിരിച്ചെടുക്കാൻ പറ്റാതെ കിടക്കുന്നത് 19,975.43 കോടിയാണ്. അതിൽ തന്നെ ഒരു തരത്തിലും ഡിസ്പ്യൂട്ട് ഇല്ലാത്ത എമൗണ്ട് എത്ര കോടി ഉണ്ടെന്ന് നോക്കാം. ഡിസ്പ്യൂട്ട് ഒന്നുമില്ലാത്ത കോടി തന്നെ 14,061.30 കോടി. 14,061.30 കോടി യാതൊരു തരത്തിലുള്ള ഡിസ്പ്യൂട്ടും ഇല്ലാതെ ഉള്ള എമൗണ്ട് ആണ്. പക്ഷെ ബാക്കി 5,914 കോടി ഡിസ്പ്യൂട്ടിൽ കിടക്കുന്നതാ. കോടതിയിലോ ട്രൈബ്യൂണലിലോ ഒക്കെ കിടക്കുന്നതാ. അത് പിരിച്ചെടുക്കാൻ ഒരു പക്ഷെ ബുദ്ധിമുട്ട് വരും. ഈ 14,061 കോടി പിരിച്ചെടുക്കാൻ എന്താണ് ബുദ്ധിമുട്ടുള്ളത്? നമുക്ക് നോക്കാം, വകുപ്പ് തിരിച്ചു നോക്കാം. ഏതൊക്കെ വകുപ്പുകളിലാണ് ഈ ഫണ്ട് പിരിച്ചെടുക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതലായിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് പറഞ്ഞ് നിങ്ങളെ ഞാൻ ശല്യപ്പെടുത്തുന്നത്. ടാക്സസ് ഓൺ പ്രോപ്പർട്ടി ആൻഡ് ക്യാപിറ്റൽ സർവീസസ് എത്ര കോടിയാണ് പിരിച്ചെടുക്കാനുള്ളത്? 759 കോടി. ഒരു ഡിസ്പ്യൂട്ടും ഇല്ല, പക്ഷെ പിരിച്ചെടുക്കാനുണ്ട്. ഇനി അതിനേക്കാൾ കൂടുതലുള്ളത് GST ആണെന്ന് കേട്ടോ. അതായത് GSTയിൽ കുടിച്ചെടുക്കാനുള്ളത് 13,281 കോടിയാണ്. 13,281 കോടിയാണ് GSTയിൽ പിരിച്ചെടുക്കാനുള്ളത്. അപ്പോഴൊക്കെ നമ്മൾ ഓർക്കണം കേട്ടോ, കേരളീയം കഴിഞ്ഞപ്പോ ആർക്കാണ് അവാർഡ് കൊടുത്തത്? നമ്മുടെ മുഖ്യമന്ത്രി. അതായത് GSTയുടെ ഒക്കെ കമേഴ്ഷ്യൽ ഇന്റലിജൻസിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തത്. അദ്ദേഹത്തിനാണ് അവാർഡ് കൊടുത്തത്. അപ്പൊ ഈ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇത് പരസ്പര സഹായ സംഘങ്ങൾ പോലെയാ. സ്പോൺസർ ചെയ്യുന്ന ആള് 1 കോടിയുടെ അല്ലെങ്കിൽ 50 ലക്ഷത്തിന്റെ അല്ലെങ്കിൽ 2 കോടിയുടെ അല്ലെങ്കിൽ 5 കോടിയുടെ സ്പോൺസർഷിപ്പ് ഏൽക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ട തിരിച്ചെന്തെങ്കിലും സഹായം. അങ്ങനെയാവുമ്പോൾ ഈ നികുതിയുടെ കാര്യത്തിൽ അങ്ങ് കണ്ണടച്ചേക്കൂ എന്നുള്ളതായിരിക്കാം ചിലപ്പോ അവിടെ ഉണ്ടാകുന്ന അഡ്ജസ്റ്റ്മെന്റ്. അതുകൊണ്ടൊക്കെയാണ് ഈ 13,281 കോടി GSTയുടെ പിരിച്ചെടുക്കാനുള്ള കുടിശ്ശികയായിട്ട് കിടക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇനി അതുപോലെ ഒന്ന് സെയിൽസ് ടാക്സ് ആൻഡ് വാറ്റ്, അവിടെയും ഇതേ ഇഷ്യൂ തന്നെ വരാം. അതിൽ എത്രയാണുള്ളത്? 6,847 കോടിയിലധികമാണ്. 6,847 കോടിയിലധികമാണ് സെയിൽസ് ടാക്സ് ആൻഡ് വാറ്റില് അത് കുടിശ്ശിക. അതായത് ഒരു പ്രശ്നവുമില്ലാതെ കിടക്കുന്നതാ. എപ്പ വേണമെങ്കിലും പിരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് എന്താ പിരിച്ചെടുക്കാൻ പറ്റാതെ പോയത്? ഇതുപോലെ എന്തെങ്കിലും സ്പോൺസർഷിപ്പോ അങ്ങനെ എന്തെങ്കിലും കൈമടങ്ങുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകുമെന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. ഇനി ഒന്ന് നോക്കുക, ടാക്സസ് ഓൺ ഇലക്ട്രിസിറ്റി. നമുക്കറിയാം, നമ്മൾ ആരെങ്കിലും ഇലക്ട്രിസിറ്റിയുടെ നികുതി കൊടുത്തില്ലെങ്കിൽ ദ വെരി നെക്സ്റ്റ് ഡേ കണക്ഷൻ കട്ട് ചെയ്യും, ഇരുട്ടിലാകും നമ്മളെ. അപ്പോ ഞാനോ നിങ്ങളോ അല്ല ഇലക്ട്രിസിറ്റിയുടെ നികുതി കൊടുക്കാത്തത്. ആരാ കൊടുക്കാത്തത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസും അങ്ങനെയുള്ള വലിയ 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 ആൾക്കാർ. അവരും സ്പോൺസർഷിപ്പ് എടുത്തിട്ടുണ്ടാവും. നമുക്കറിയാം, പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്താണ് കാരണം? കാര്യക്ഷമമായിട്ട് നികുതി പിരിക്കാനല്ലേ നികുതി വകുപ്പുള്ളത്. എത്രയാണ് അവർ തരാനുള്ളതെന്നും കൂടി കേൾക്കുക. 3,766 കോടി ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുക്കാനുള്ള കുടിശ്ശിക എന്ന് പറയുന്നത് 3,766.92 കോടി. ഇങ്ങനെയുള്ള ചില മുഖ്യന്മാർ കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുത്താൽ തന്നെ എന്തുവരും? നമുക്ക് കിട്ടേണ്ടത് 14,061 കോടി
വളരെ ഈസി ആയിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ കരങ്ങളിലെത്തും. അപ്പോ ഈ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുക, ഇതുപോലെ നികുതിയേതര വരുമാനം പിരിച്ചെടുക്കേണ്ടിയിരുന്നവരിൽ നിന്നൊക്കെ പിരിച്ചെടുക്കുക. അങ്ങനെ പിരിച്ചെടുക്കുകയാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന് ഒരു തരത്തിലും ഒരു പ്രതിസന്ധിയും കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയും. കേന്ദ്രത്തെ പഴിചാരുകയല്ല വേണ്ടത്. അവനവന്റെ ജോലി, അവനവൻ ഏറ്റെടുത്തിരിക്കുന്ന ജോലി ഒരു സംസ്ഥാന ഗവൺമെന്റ് ഫോം ചെയ്യുമ്പോൾ ആ ഗവൺമെന്റിന് വളരെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളുണ്ട്. അത് വിഭവ സമാഹരണം. ആ സമാഹരിച്ച വിഭവം മുൻഗണന കൃത്യമായി തീരുമാനിച്ച് ആ മുൻഗണനാ പദ്ധതികളിൽ ചെലവഴിക്കുക. ഇത് രണ്ടുമാണ്, അതായത് വികസന കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. വിഭവ സമാഹരണവും അത് സമാഹരിക്കുന്ന രീതി ശരിയായിരിക്കണം. അത് കഴിഞ്ഞാൽ സമാഹരിച്ച പണം മുൻഗണനകൾ തീരുമാനിച്ച് ആ കൃത്യമായ മുൻഗണനകളിലൂടെ ചെലവഴിച്ച് അതായത് വികസനം കൊണ്ടുവരിക. ഇതാണ് ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ഈ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ കാലഘട്ടത്തിലെ കർമ്മപരിപാടികൾ ഒന്ന് അവലോകനം ചെയ്യുക, എന്നിട്ട് ഒന്ന് വിലയിരുത്തുക. സ്വന്തം ധർമ്മം, ഒരു ഗവൺമെന്റിന്റെ ധർമ്മം ഈ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പണം പിരിച്ചെടുക്കാൻ കഴിയണം. അങ്ങനെ കുടിശ്ശിക, അതായത് കേന്ദ്രവുമായിട്ട് മല്ലടിക്കാൻ പോകാതെ ഇവിടെ നിന്ന് തന്നെ പിരിച്ചെടുക്കുന്ന കുടിശ്ശിക കൊണ്ട് തന്നെ ഈ വരുന്ന 2 മാസം 1.5 മാസത്തെ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ കഴിയും, എല്ലാ കർമ്മപരിപാടികളും പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.